നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട്. പക്ഷേ ചില മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് വേണ്ടി ചില പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസും UDF-ഉമാണ്. മുത്തങ്ങയിൽ നടന്ന സംഭവം പരിശോധിച്ചാൽ, വർക്കല ശിവഗിരി മഠത്തിൽ നടന്ന സംഭവം പരിശോധിച്ച് നോക്കിയാൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നും രാജനെ കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനം നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരവും സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുള്ളത് UDF-ആണ്. ആരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള അവസരം പോലും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഏതെങ്കിലും പോലീസ് തെറ്റായ കാര്യങ്ങൾ ന്യായീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യവും ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിയാത്ത പ്രതിപക്ഷം 15-ാം തീയതി നിയമസഭ ആരംഭിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവർ ഈ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭയപ്പാടില്ല. ഏതെങ്കിലും തെറ്റ് കാണിക്കുന്ന പോലീസ് ഓഫീസറെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഒരു നടപടി പോലീസ് ഓഫീസർക്കെതിരെ എടുക്കുമ്പോൾ അതിന് കുറച്ച് സമയത്തിൻ്റെയും അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ വരുന്ന താമസം മാത്രമാണുള്ളത്. അധ്യാപനം സസ്പെൻഡ് ചെയ്ത് അതിൽ കൂടുതൽ പരിശോധന നടത്തിയിട്ട് അതിൽ പങ്കാളിയായിട്ടുള്ള കുട്ടികളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം അവിടെ സംഭവിച്ച 1500 കുട്ടികളുള്ള വലിയ സ്കൂളാണ്. ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെ ഇട്ട് കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടി അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യ അന്വേഷണം റിപ്പോർട്ട് കിട്ടി, അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥിയും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ലല്ലോ. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. അധ്യാപകർക്ക് പ്രവേശന പരീക്ഷ നടത്തുമെന്ന് അല്ല, അത് പിന്നെ തെറ്റായി വന്ന വാർത്തയാണ്. അതായത് ഇപ്പോൾ ഈ കേട്ടറ്റ് പാസ്സാവാത്ത മുഴുവൻ അധ്യാപകരെയും പിരിച്ചുവിടണം എന്നുള്ള നിലയിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് വലിയ കെടുതിയാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. വലിയ നമ്പർ അധ്യാപകർ പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അത് കേഡറ്റ് പരീക്ഷ പാസ്സാവണമെന്ന് പല തവണ നമ്മൾ അവസരം കൊടുത്തിട്ടും പാസ്സാവാതെ നിൽക്കുന്നതാണ് കുറേ അധ്യാപകരെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ പ്രശ്നം എന്തായാലും ഒരു റിവ്യൂ കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അല്ലാതെ പിരിഞ്ഞു പോകുമെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റില്ല. ആ കാര്യം ഒരു തെറ്റായ രൂപത്തിൽ വന്നതാണ്. ഇന്നലെ തന്നെ ഞാൻ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്.